ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദ് അവറുകൾ, മറ്റു മുത്തഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭാവി സുരക്ഷയെ തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക കാലത്ത് ഏറെ പ്രസക്തി ആർജിക്കപ്പെട്ട വിഷയമായ മതവെറിയുടെ കൂട്ട് ജനാധിപത്യ രാജ്യത്തെ മുറിവേൽപ്പിക്കുമെന്ന ശീർഷകത്തെ അടയാളപ്പെടുത്തി രണ്ട് വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ട് നിർത്താം. നാം തൗഫീഖ് നൽകുമാറാകട്ടെ. മതവെറിയുടെ കൂട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രചോദനാത്മകമായ ആശയത്തെ മുറിവേൽപ്പിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടം. വാസ്തവത്തിൽ ജനഹിതമനുഷ്യ ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാതി ദർശനത്തെ കൂടി ഇവർ തകിടം മറിക്കുന്നു. സർവ്വമതങ്ങളും സമാപനയോടെ കാണുന്നതും സഹിഷ്ണുതയുള്ള രാജ്യത്തെ സങ്കോചിതമായി ഹിന്ദു രാഷ്ട്രമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി അവകാശങ്ങളെ ഒഴിവാക്കുന്ന സ്ഥിതിവിവേചനമാണ് ഇന്ത്യയിൽ സംജാതമായിട്ടുള്ളത്. മതനിരപേക്ഷതയെ ഇപ്പോഴും വിശ്വസിക്കുന്നവർ തീവ്ര ഹിന്ദുത്വ വീഴ്ചയിലേക്കും താങ്കളെയും രണ്ടാം തരം പൗരന്മാരാകുമെന്നാണ് ആശങ്കപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്നു ജുഡീഷ്യറി ആയിരുന്നു. ആ പ്രതീക്ഷകളും ഇനി കൈവിടുകയാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് അവർ പൊളിച്ചടക്കിയത്. അതിനെതിരെ പ്രതികൾക്ക് അനുകൂലമായിട്ടായിരുന്നു അന്നും സുപ്രീം കോടതി വിധി എഴുതപ്പെട്ടത്. ഭരണഘടനയിലിരിക്കുന്നവരുടെ കൂത്താട്ടവും മനുഷ്യന്റെ മതത്തിന്റെ പേരിലും വർഗീയത്തിന്റെ പേരിലും സ്വന്തം ജന്മാവകാശം എന്ന നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമായിരുന്നു അവർ NRSS കൊണ്ടുവന്നത്. മറിച്ച് ഒരു രാജ്യത്തിന്റെ പൗരത്വത്തെ നിലനിർത്താനില്ല. എന്നാൽ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് കൂട്ടണക്കാൻ പറ്റുന്നതായിട്ടൊന്നും തന്നെയില്ല എന്നുള്ളതാണ്. സംസ്കാരമായിട്ടും ജാതിയായിട്ടും മതമായിട്ടും വർഗമായിട്ടും എന്നീ തുടങ്ങി നരവസ ഘടകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യക്കാർക്ക് ബാധകമായിട്ടൊന്നും തന്നെയില്ല എന്നുള്ളതാണ്. ഒരുപോലത്തെ വസ്ത്രരീതിയോ ഭക്ഷണ രീതിയോ പങ്കുവെക്കുന്നവരില്ല. എന്നാൽ പാർലമെന്റിൽ 50%-ലധികവും സവർണ ഹിന്ദു വിഭാഗത്തിൽ പെടാത്ത വിധത്തിൽ വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അംബേദ്കർ ഇന്ന് കേരളത്തിലേക്ക് അധികം ജനസംഖ്യ മുസ്ലിമീങ്ങൾ ഉത്തർപ്രദേശത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരാൾ പോലും പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭകാരി എന്നോ സ്വതന്ത്ര സമര നേതാവെന്നോ വിളിക്കാൻ പറ്റുന്ന ബാലഗംഗാധരൻ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സ്വതന്ത്ര പാഠം നിലനിൽക്കുമ്പോൾ അദ്ദേഹമൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റണമെന്നായിരുന്നു. ദേശീയ ഭാവനയിലെ പൈശ്യ രാജാവിനെ പോലെയും മംഗൾ പാണ്ഡയെപ്പോലെയും കാഞ്ചി റാണിയെപ്പോലെയും മധ്യകാലത്ത് ഏറിയും കുറഞ്ഞും തങ്ങളുടെ രാജ്യാധികാരങ്ങളെ ഉപേക്ഷിച്ചായിരുന്നു അവർ ഇന്ത്യയിലേക്ക് ലയിച്ചത്. തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ പലവരും ജയിക്കുന്നു, തോൽക്കുന്നു, പാർലമെന്റിലേക്ക് എത്തുന്നു, ബില്ലുകൾ പാസ്സാക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് കഥളായി മാറുന്നില്ല. യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റായി പ്രവർത്തിക്കുന്നവർ എന്നുള്ളതാണ്. അവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും അഭിമുഖീകരിക്കേണ്ടതും നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതും ഇവർ തന്നെയാണ്. ഇത് ജനഹിതം അനുസരിച്ച് തന്നെയാണോ എന്നും ഉറപ്പാക്കേണ്ടത് ഇവർ തന്നെയാണ്. ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടിനെ പരിക്കേൽക്കാത്ത കാലത്തോളം നമ്മളുടെ ഭാവി സുരക്ഷമാണ്. അതുകൊണ്ട് നാം എല്ലാവരും നല്ലൊരു ഭാവിയെ നെയ്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.